नमस्ते बच्चों। पिछली वीडियो में हमने छायांकन के बारे में चर्चा किया था और आगे छायांकन के अगले मुद्दों को लेकर आगे बढ़ेंगे। और आप जो कैमरा डिस्टेंस क्या होता है इस पर चर्चा कर रहे थे। तो अब देखिए, कैमरा डिस्टेंस, कैमरा किसी दृश्य को सेटिंग से एक निश्चित दूरी पर रिकॉर्ड करता है। इस दूरी को कैमरा डिस्टेंस कहते हैं। कैमरा किसी दृश्य या ഷോട്ട് को സെറ്റിംഗ് से एक निश्चित दूरी पर റിക്കോർഡ് करता है। ഏതെങ്കിലും ഒരു ഷോട്ടിനെയോ ഒരു ദൃശ്യത്തെയോ ഒരു പ്രത്യേക ദൂരത്തിൽ വെച്ചുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്। അതിനെയാണ് कैमरा डिस्टेंस എന്ന് പറയുന്നത്। तो कुलदीप सिंह ने इसके बारे में क्या कहा, आप देख लीजिए, पेज नंबर 90 में है इसके बारे में। और कुलदीप सिंह ने लिखा है, कैमरा तथा विषय एवं वस्तु के बीच की दूरियों के आधार पर शॉट के विभिन्न प्रकार होते हैं। तो विषय, वस्तु और कैमरा, इन तीनों के बीच की जो दूरियों के आधार पर, इन तीनों के बीच की दूरियां हैं कैमरा डिस्टेंस। इसके आधार पर शॉट्स के विभिन्न प्रकार होते हैं। कैमरे से विषय तथा वस्तु की दूरी विभिन्न प्रकार के प्रभाव तथा अनुभूतियों की रचना करने के लिए होती है। कैमरा ഡിസ്റ്റൻസിനനുസരിച്ച് ലോങ് ഷോട്ട്, ഷോർട്ട് ഷോട്ടൊക്കെ എടുക്കുന്ന എന്തിനാണ്? സിനിമ പല തരത്തിൽ സിനിമയിലേക്ക് ജനങ്ങളെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഷോട്ടുകൾ എടുക്കുന്നത്। दृश्य की आवश्यकता के अनुसार निदेशक तथा कैमरामैन दृश्य को कई शॉट्स में विभाजित करते हैं। दृश्य की आवश्यकता के अनुसार ही दृश्यों को कई शॉटों में विभाजित करते हैं निदेशक और कैमरामैन। ഓരോ ദൃശ്യവും എത്ര ഷോട്ടായിട്ട് എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഡയറക്ടറും ക്യാമറാമാനുമാണ്। इस शॉट विभाजन में निरंतरता का विशेष ध्यान रखा जाता है। ഓരോ ഷോട്ടും വിഭജിക്കുമ്പോൾ കണ്ടിന്യൂഷൻ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കും। एक निश्चित कैमरा भी बदलते हुए फोकस के साथ शूट कर सकता है। ഒരു ഒറ്റ ക്യാമറ ആയിരിക്കും, നിശ്ചിതമായ ഒരു ക്യാമറ, അതിന്റെ ഫോക്കസ് മാത്രം ഡിഫറെന്റ് ആയിക്കൊണ്ടിരിക്കും। ആ ഫോക്കസ് മാറ്റുന്നതിനനുസരിച്ചാണ് അടുത്തേക്ക് വരുന്നതും ദൂരെയുള്ള ഷോട്ട് എടുക്കുന്നത്। അപ്പൊ അതിന്റെ ആ ലെൻസിനനുസരിച്ച് പോകും അതിന്റെ ഫോക്കസ്। तो एक निश्चित कैमरा भी बदलते हुए फोकस के साथ शॉट कर सकता है। ഒരു നമ്മൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ക്യാമറയിൽ ഫോക്കസ് ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്। तो आगे क्या है हम देखेंगे छायांकन के बारे में। और ये भी नहीं, ये जो है एक फोकस के साथ, बदलते हुए फोकस के साथ निश्चित कैमरा में शूट कर सकता है। इसके बारे में मैंने कहा, इसका उद्देश्य क्या होता है? इसका उद्देश्य जो है किसी विशेष तल या सेटिंग पर ध्यान केंद्रित करना होता है। ഓരോ ഷോട്ട് എടുക്കുന്നതിന് ഫോക്കസ് എന്താണ് ക്ലിയർ ചെയ്ത് വെക്കുന്നത്। അപ്പൊ ഓരോ ഷോട്ടിനും പല തരത്തിലുള്ള ഫോക്കസുകളായിരിക്കും സെറ്റ് ചെയ്ത് വെക്കുക। എന്തിനാണ്? ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പ്ലേസ് അല്ലെങ്കിൽ ഒരു പ്രധാന ഇന്ന ഷോട്ട് ഇന്ന പ്ലേസിൽ ആ ക്യാമറ പ്ലേസ് ചെയ്ത് വെച്ചിരുന്നാൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്। इसका उद्देश्य किसी विशेष स्थल या सेटिंग पर ध्यान केंद्रित करने के लिए, ഏതെങ്കിലും ഒരു പ്രത്യേക പ്ലേസോ അല്ലെങ്കിൽ സ്ഥലമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സെറ്റിങ്ങിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനോ വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിൽ ഫോക്കസ് മാറ്റി മാറ്റി ഷൂട്ട് ചെയ്യുന്നത്। फोकस की सीमा कैमरे की डेप्थ ऑफ फील्ड पर निर्भर करती है। ക്യാമറയുടെ ഡെപ്ത് ഓഫ് ഫീൽഡിനെ ആധാരപ്പെടുത്തിയിട്ടായിരിക്കും എന്ത് ക്യാമറയുടെ ഫോക്കസ് മാറുന്നത്। അപ്പൊ ക്യാമറയുടെ ഫോക്കസ് ചേഞ്ച് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പ്ലേസിനെയോ അല്ലെങ്കിൽ സെറ്റിംഗ്സിനെയോ കേന്ദ്രീകരിച്ചു കൊണ്ടായിരിക്കും, അതിൽ ശ്രദ്ധ വെച്ചുകൊണ്ടായിരിക്കും। ഫോക്കസ് की സീമ, ഇതിന്റെ പരിധി എന്ന് പറയുന്നത് ക്യാമറയുടെ ഡെപ്ത് ഓഫ് ഫീൽഡിനെ അനുസരിച്ചായിരിക്കും, ക്യാമറയുടെ ആ ഡെപ്തിനനുസരിച്ചായിരിക്കും ഫോക്കസ് ചേഞ്ച് ചെയ്യുന്നത്। ക്യാമറ उन सब वस्तुओं को सही और स्पष्ट फोकस में दिखाती है जो इसकी फोकस रेंज में आते हैं। ആ ക്യാമറയുടെ ഫോക്കസ് റേഞ്ചിൽ ഏതെല്ലാം വരുന്നുണ്ടോ അതിനെല്ലാം ക്യാമറ ഒപ്പിയെടുക്കും, ഇല്ലേ? നമ്മുടെ മാത്രം ഫോട്ടോ എടുക്കുമ്പോഴും പുറമേയുള്ള സാധനങ്ങൾ കൂടി നമ്മുടെ മൊബൈലിലൊക്കെ വരാറില്ലേ? तो उसी प्रकार कैमरा जो है अपनी जो फोकस की परिधि में जो चीजें आते हैं उन सभी को क्या करते हैं? फोकस में ले आते हैं। कुछ नजदीक और दूरी रखी वस्तुएं समान रूप से फोकस में दिख रही होती हैं।
അടുത്തുള്ള വസ്തുവും ദൂരെയുള്ള വസ്തുവും നമ്മൾ ആ ക്യാമറയിലൂടെ നോക്കുമ്പോൾ അടുത്തുള്ളതും ദൂരെയുള്ളതും ആ ക്യാമറ പരിധിക്കകത്ത്, ആ ഫോക്കസിന്റെ പരിധിക്കകത്ത് വരുന്നതായി കാണുവാൻ സാധിക്കും. पर उसकी गहराई के बोध में अच्छा खासा अंदर स्पष्ट नजर आती है. അടുത്തുള്ള വസ്തു കൂടുതൽ സ്പഷ്ടമായിട്ടും ദൂരെയുള്ള വസ്തു കുറച്ച് അസ്പഷ്ടമായിട്ടും കാണും. അത് ആ ഫോക്കസിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നത് കൊണ്ടാണ്. अर्थात कैमरा में फिल्म शॉट की भूमिका और तर्क के हिसाब से त्रिआयामी दृश्य को द्विआयामी फोकस में शूट कर सकते हैं. അതായത് ക്യാമറയിൽ നമ്മൾ ഓരോ ഷോട്ടിനനുസരിച്ചും നമ്മുടെ ലോജിക് അനുസരിച്ച് 3 ആംഗിൾ എടുക്കുന്നത് 2 ആംഗിൾ എടുക്കുന്നത് പോലെ ത്രിആയാമി ദൃശ്യക്കോ 3 രീതിയിൽ എടുക്കാവുന്നതിനെ പോലെ 2 ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ദ്വിആയാമി ഫോക്കസ് മേ 3 രീതിയിലുള്ള ത്രിആയാമി ദൃശ്യക്കോ 3 രീതിയിൽ ഡെപ്തിലേക്ക് ഇറങ്ങിച്ച് നമുക്ക് 3 ആയിട്ട് അതിനെ കാണിക്കാവുന്നത് 2 ആയിട്ട് എടുക്കുവാൻ വരെ നമുക്ക് ക്യാമറയുടെ ഫോക്കസിലൂടെ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. त्रिआयामी दृश्य को द्विआयामी फोकस में शूट कर सकते हैं. तो इस प्रकार जो है इसमें लेंस, एंगल, डीप फोकस, शिफ्ट फोकस आदि तकनीक का इस्तेमाल करते हैं. तो त्रिआयामी दृश्य को द्विआयामी फोकस में शूट कर सकते हैं. वो दृश्य तो त्रिआयामी में ले सकते हैं. 3 തരത്തിൽ നമുക്ക് അതിനെ എടുക്കാം. അതിന്റെ ആ വിസ്താരം വലുതായിട്ട് ത്രിആയാമിയായിട്ട് 3 ഇരട്ടി വലിപ്പത്തിൽ കാണിക്കാവുന്നതിനെ നമുക്ക് 2 ഇരട്ടിയായിട്ട് ആ വസ്തുവിനെ ചുരുക്കി കാണിക്കുവാനും സാധിക്കും. അതെങ്ങനെയാണ്? ആ ക്യാമറയുടെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അനുസരിച്ചാണ് അത് വരുന്നത്. അപ്പോ അതിന് അങ്ങനെ ദ്വിആയാമി 3 ഇരട്ടി വലിപ്പത്തിൽ കാണിക്കുന്ന സാധനത്തിന് 2 ഇരട്ടി കാണിക്കുമ്പോൾ അതിൽ ലെൻസിന് പ്രാധാന്യമുണ്ട്, ലെൻസിന്റെ ആംഗിളിന് പ്രാധാന്യമുണ്ട്, അതിന്റെ ഡീപ്പിന് പ്രാധാന്യമുണ്ട്, ഫോക്കസിന് പ്രാധാന്യമുണ്ട്, ഷിഫ്റ്റ് ഫോക്കസ്. ചിലപ്പോൾ ഒരു ദൃശ്യത്തിൽ തന്നെ ഫോക്കസ് മാറ്റി മാറ്റി കൊണ്ടുവരേണ്ടി വരും. അതിനെയാണ് ഷിഫ്റ്റ് ഫോക്കസ് എന്ന് പറയുന്നത്. आदि बेहतरीन तकनीकों से चलचित्रों के रूप में पटकथा का चित्रमय संस्कार करने की क्षमता छवि यंत्र को है. इन सभी के तकनीकी इस्तेमाल से जो है पटकथा में जिसका विवरण किया है उसका दृश्यांकन हम कर सकते हैं. वही उस प्रकार उसे फिल्म के रूप में लेने का जो क्षमता छवि यंत्र को है, मूवी चैनल को है. तो अब देखिए इन सभी के माध्यम से जो पटकथा में जो कुछ भी दिखाया गया है, जो कुछ भी लिखा गया है उसे दृश्यांकन करने जा रहे हैं. दृश्यांकन करने के लिए पटकथा में जो कुछ भी लिखा है उसे दृश्यांकन करने के लिए लेंस, एंगल, डीप फोकस, शिफ्ट फोकस आदि तकनीकों का इस्तेमाल कर सकते हैं. स्थिर और गतिशील वस्तुओं की धीमी और तीव्रतम गतियों को तथा मानव मन के सूक्ष्माति सूक्ष्म भावों को और प्रकृति के भौतिक स्वरूपों को कलात्मक तथा सजीव ढंग से पकड़ने की शक्ति भी छवि यंत्र की विशेषता है. ये भी नहीं, फिल्मों में जो है, जो मूवी चैनल में जो है, चलचित्र में जो है, चलचित्र छवि यंत्र यानी कि मूवी चैनल में जो है സ്ഥിര और ഗതിശീൽ വസ്തുവെ സ്ഥിരമായിട്ട് നിൽക്കുന്നതും ചലിക്കുന്നതുമായ വസ്തുക്കൾ, പിന്നെ ധീമി ഓർ തീവ്രതം ഗതി പെട്ടെന്ന് പോകുന്നതും സ്പീഡ് കുറഞ്ഞുള്ളതുമായ മൂവ്മെന്റ്, മാനവ മൻകെ സൂക്ഷ്മാതി സൂക്ഷ്മ ഭാവം മനുഷ്യന്റെ മനസ്സിലുള്ള അതിസൂക്ഷ്മമായ ഭാവങ്ങളെയും, പ്രകൃതിക്ക് ഭൗതിക് സ്വരൂപവും പ്രകൃതിയിൽ നമ്മൾ സാധാരണ കാണുന്ന രൂപങ്ങൾ, ഇതിനെല്ലാം വളരെ കലാത്മകമായി വളരെ ജീവസുറ്റതായി കാണിക്കാൻ ഈ മൂവി ചാനലിന് കഴിയുമെന്നാണ്. ചലച്ചിത്ര ഛവി യന്ത്രക്കോ ഇസ്കി ജോ ക്ഷമത, നമ്മുടെ മനസ്സിന്റെ അതിസൂക്ഷ്മ തലങ്ങൾ വ്യക്തമാക്കാനും പുറമേയുള്ള കാര്യങ്ങൾ കാണിക്കുവാനും, പിന്നെ വളരെ സ്പീഡിലുള്ള നടത്തിയും കുറഞ്ഞ നടത്തിയും അതായത് ആ ശബ്ദ സ്പീഡ് വളരെ സ്പീഡ് കുറഞ്ഞതുമായ നമ്മുടെ മൂവ്മെന്റ് വരെ ഒപ്പിയെടുക്കാൻ എന്താണ് ഈ
ചലച്ചിത്ര ചവിയന്ത്രിന് സാധിക്കുമെന്നാണ് പറയുന്നത്. फिर जो सिनेमेटोग्राफी में जो है प्रकाश व्यवस्था का विशेष महत्व है. छायांकन में प्रकाश व्यवस्था लाइटिനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. किसी भी शॉट की प्रकाश व्यवस्था किसी सिनेमेटोग्राफर एवं निदेशक की रचनात्मकता का दर्पण है. ഓരോ ഷോട്ടിലും എങ്ങനെയാണ് ലൈറ്റ് ഇഫക്റ്റ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഛായാഗ്രാഹകനും പിന്നെ ഡയറക്ടറും കൂടിയാണ്. അവരുടെ ആ ഒരു എന്താണ് ചിന്തക്കനുസരിച്ചാണ് പ്രകാശ് പ്രഭാവില് വ്യത്യാസം വരുത്തുന്നത്. विषय वस्तु की स्पष्टता रंग बनावट लक्षण व भाव भंगिमा को उभारने में मदद करता है. तो प्रकाश व्यवस्था क्या करते हैं इस प्रकार सिनेमेटोग्राफी की जो प्रकाश व्यवस्था, ये तो विषय वस्तु की स्पष्टता, जो विषय उसमें उस शॉट में बताया जा रहा है उस विषय की स्पष्टता करने के लिए, उसमें जो रंग वगैरह डालने के लिए, നല്ല സുന്ദരമായ ദൃശ്യങ്ങൾ കാണിക്കും, വളരെ മനോഹരമായ നിറങ്ങൾ കാണിക്കാൻ അതിനനുസരിച്ചുള്ള ലൈറ്റ് ഇഫക്റ്റ് കൊടുക്കണം. फिर बनावट लक्षण व भाव भंगिमा, വളരെ സുന്ദരമായി അത് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ प्रकाश व्यवस्था की सहायता से ये सब हम कर सकते हैं. विषय की स्पष्टता के लिए रंग बनावट लक्षण व भाव भंगिमा को उभारने के लिए प्रकाश व्यवस्था का इस्तेमाल हम कर सकते हैं. शूटिंग इंडोर हो या आउटडोर, प्रकाश का अनुताप नियंत्रित करना अति आवश्यक होता है. ഇൻഡോർ ഷൂട്ടിംഗ് ആയാലും ഔട്ട്ഡോർ ഷൂട്ടിംഗ് ആയാലും പ്രകാശത്തെ ഒരു ലിമിറ്റിനനുസരിച്ചുള്ള പ്രകാശം മാത്രമേ ഷൂട്ടിംഗ് സമയത്ത് പാടുള്ളൂ എന്നുള്ളത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. तो ये जो दो स्लाइड्स हैं इसमें बहुत सारी बातों के बारे में हमने चर्चा की है. एक बार फिर देखिए जो सिनेमेटोग्राफी प्रकाश और सिनेमेटोग्राफी शब्द जो है यूनानी भाषा के हैं और फोटो का अर्थ है प्रकाश और ग्राफिक का अर्थ है आलेखन. प्रकाश से चित्र खींचना ही फोटोग्राफी है. फिर चलचित्र क्या है इस पर भी बातें की है. कैमरा डिस्टेंस क्या है, कुलदीप सिंह का कथन क्या है, कैमरा के जो बदलते फोकस क्या है और बदलते फोकस के साथ इन सारे तकनीकों का इस्तेमाल करने से ही जो पटकथा में जो लिखा हुआ है उसका दृश्यांकन कर सकते हैं अच्छी तरह. फिर फोटोग्राफी में जो है प्रकाश व्यवस्था का विशेष स्थान है. आउटडोर हो इंडोर हो सिनेमेटोग्राफी का महत्वपूर्ण स्थान है. फिर आगे सिनेमेटोग्राफी के एक उदाहरण के रूप में सदगदी, जो प्रेमचंद की कहानी है सदगदी, उसके फिल्मी रूपांतर को उदाहरण के तौर पर लिया गया है. आपके जो किताब में जो पेज नंबर 91 में इसके बारे में बताया गया है, देख लीजिए. प्रेमचंद की कहानी सदगदी का फिल्मी रूपांतर सत्यजीत रॉय ने किया. सत्यजीत रॉय ആണ് ഇത് സിനിമയാക്കിയത് ഈ കഥ. इसमें परिस्थितियों के सूक्ष्म तत्वों को प्रकाश के माध्यम से व्यंजित किया है. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ ചെറിയ ചെറിയ ഘടകങ്ങൾ പോലും ലൈറ്റ് എഫക്റ്റിലൂടെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. प्रस्तुत कहानी में दुखी नाम के एक गरीब चमार की धर्म भीरुता से उपजे अत्याचार की कहानी है. ദുഃഖി എന്ന് പറയുന്ന ഒരു ചെരുപ്പുകുത്തി മതത്തിന്റെ പേരിൽ ഭീരുവായിട്ട് ജീവിക്കുന്നതിനെ കുറിച്ച്, അയാൾക്കുണ്ടാകുന്ന ചൂഷണത്തെ കുറിച്ചും ഒക്കെയാണ് ഈ സിനിമ പറയുന്നത്. पंडित खांसीराम के आंगन में धूप में बैठा दुखी चपकी ले रहा है. इस दृश्य में सिनेमेटोग्राफर ने अधिक प्रकाश के प्रयोग से उसकी मानसिक और शारीरिक स्थिति को काफी सशक्त रूप से प्रस्तुत किया है. तो പണ്ഡിറ്റ് ഖാസിറാമിന്റെ മുറ്റത്ത് വളരെ ഭയങ്കര ചൂടുള്ള സമയമാണ്. ആ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ദുഃഖി. അപ്പോ ആ ഛായാഗ്രാഹകൻ അതില് കൂടുതൽ ഒരു ലൈറ്റ് എഫക്റ്റ് കൊണ്ടുവരുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൂടെ അദ്ദേഹത്തിന്റെ ശാരീരിക സ്ഥിതിയും മാനസിക സ്ഥിതിയും ഒക്കെ വെളിവാക്കുവാനും ശ്രമിച്ചിട്ടുണ്ട്. पंडित खांसीराम और उसकी पत्नी दुखी के प्रति दिखाते वितृष्णा, रोष और उसकी व्यंग्यात्मक हंसी को संवाद के माध्यम से सजीव नहीं किया जा सकता. कुशल फोटोग्राफ द्वारा सफल हो सका. इसी प्रकार सिनेमा में कैमरामैन की भूमिका महत्वपूर्ण है. അപ്പോ ഈ മനുഷ്യനോടുള്ള ആ പണ്ഡിതിന്റെയും ഭാര്യയുടെയും വെറുപ്പും അവജ്ഞയും ഒക്കെ ശബ്ദത്തിലൂടെ അല്ല പ്രകടിപ്പിക്കുന്നത്, പിന്നെയോ
ആ സിനിമോട്ടോഗ്രാഫിയിലൂടെ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് അതിന്റെ ഉദാഹരണം.